അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. BA BSc തേർഡ് സെമസ്റ്ററിലെ അൽ ഖവാത്തിർ എന്ന പുസ്തകത്തിലെ സിവാജു അബി വിദാഅ എന്ന ചാപ്റ്ററാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. ഖാല അബൂ വിദാഅ പറയുകയാണ്, കുൻതു ഉലാസിമു മസ്ജിദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വലബൻ ലിൽ ഇൽമി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അറിവ് തേടാൻ വേണ്ടി സ്ഥിരമായി അവിടെ പോകാറുണ്ടായിരുന്നു. വകുൻതു ഉദാവിമു അലാ ഹൽഖത്തി സഈദ് ഇബ്നുൽ മുസയ്യിബ്. സഈദ് ഇബ്നു മുസയ്യിബ് എന്ന് പറയുന്ന താബിയായ വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തുന്ന ഒരു മതപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർസിലേക്ക് ഒരുപാട് പണ്ഡിതന്മാർ, താബിഈങ്ങളിൽപ്പെട്ട തന്നെ ഒരുപാട് ആളുകൾ അറിവ് തേടാൻ വേണ്ടി അവിടെ സംഗമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ അറിവിൻ്റെ സദസ്സിലേക്ക്, ഹൽക്ക എന്ന് പറഞ്ഞാൽ വട്ടത്തിലിരിക്കുക എന്നാണ്, അറിവിന് വേണ്ടിയിട്ട്, അറിവ് പഠിക്കാൻ വേണ്ടി പള്ളികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വട്ടം, അതാണ് ഹൽക്ക. സഈദ് ഇബ്നു മുസയ്യിബ് എന്ന് പറയുന്ന പണ്ഡിതൻ്റെ ഹൽക്കയിൽ ഞാൻ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു. ഇത് പറയുന്നത് അബൂ വിദാഅ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഉസാഹിമുൻ നാസ അലൈഹ ബിൽ മനാക്കിബ്. ആ ഹൽക്കയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ചുമലുകളെ കൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ തിക്കും തിരക്കും കൂട്ടിയിട്ട് അവിടെ എത്തിപ്പെടാറുണ്ടായിരുന്നു. ഫതഗയ്യബ്തു അൻ ഹൽക്കത്തി ഷെയ്ഖ് അയ്യാമൻ. കുറച്ച് ദിവസം ഞാൻ ഷെയ്ഖിൻ്റെ ദർസിൽ അല്ലെങ്കിൽ ഹൽക്കയിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. ഞാൻ അവിടുന്ന് അപ്രത്യക്ഷനായിരുന്നു. കുറച്ചു കാലം ഞാൻ അവിടെ പങ്കെടുത്തിരുന്നില്ല. ഫതഫഖദനി. അപ്പോൾ സഈദ് ഇബ്നു മുസയ്യിബ് എന്നെ അന്വേഷിച്ചു. വദന്ന അന്നബി മർളൻ. അദ്ദേഹം ധരിച്ചിരുന്നത് ഞാൻ രോഗിയാണ് എന്നാണ്. ഔ അറലി ആരിളുൻ, എനിക്കെന്തോ ഒരു തടസ്സം നേരിട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഫസഅല അന്നി മൻ ഹൗലഹു. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഈ ഹൽക്കയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരോട് അദ്ദേഹം എന്നെക്കുറിച്ച് ചോദിച്ചു. ഫലം മജിദ് ഇൻദ അഹദിൻ മിൻഹും ഖബറൻ. ആരും എന്നെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം കൊടുത്തിട്ടില്ല. അവരിൽ നിന്ന്, ആരുടെ അടുക്കൽ നിന്നും എന്നെക്കുറിച്ചൊരു വിവരം അദ്ദേഹത്തിന് കിട്ടിയില്ല. ഫലമ്മ ഉദ്തു ഇലൈഹി ബഅദ അയ്യാമീൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ ഹയ്യാനി, അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തു. വറഹബ ബി, എനിക്ക് സ്വാഗതം പറഞ്ഞു. വഖാല ഐന കുൻത യാ അബാ വിദാഅ. അദ്ദേഹം ചോദിച്ചു, ഓ അബൂ വിദാഅ, താങ്കൾ എവിടെയായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഫഖുൽതു, അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, തൂഫിയത്ത് സൗജത്തി, എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ഫസ്തഖൽതു ബി അംരിഹ, ഭാര്യയുടെ മരണാന്തര കർമ്മങ്ങളുമായി ഞാൻ അതിൻ്റെ ഒരു ശുഗലിലായിരുന്നു, അതിൻ്റെ തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ സഈദ് ഇബ്നു മുസയ്യിബ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു, ഹല്ല അഖ്ബർതന യാ അബാ വിദാഅ. ഓ അബൂ വിദാഅ, നമ്മെ നിങ്ങൾക്ക് ആ വിവരം അറിയിക്കാമായിരുന്നില്ലേ? ഫനുവാസിയക്ക, നിങ്ങൾക്ക് നാം ഒരു സമാധാനം തരുമായിരുന്നു, മനസമാധാനം തരുമായിരുന്നു. വനഷ്ഹദു ജനാസത്തഹ മഅക, താങ്കളോടൊപ്പം താങ്കളുടെ ഭാര്യയുടെ ജനാസയിൽ നമുക്കും പങ്കെടുക്കാമായിരുന്നു, മയ്യത്ത് പരിപാലനത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കാമായിരുന്നു. വനുഈനക അലാ മാ അൻത ഫീഹി, താങ്കൾ ഇപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയിൽ, ആ ഒരു പ്രയാസത്തിൽ നിങ്ങളെ സഹായിക്കാൻ നമുക്ക് ആകുമായിരുന്നു, നിങ്ങൾ നമ്മളോട് പറയുകയാണെങ്കിൽ എന്ന് ഷെയ്ഖ് സഈദ് ഇബ്നു മുസയ്യിബ് അബൂ വിദാഅയോട് പറഞ്ഞു. ഫഖുൽതു, അബൂ വിദാഅ പറയാണ്,
അപ്പോൾ ഞാനതിന് മറുപടിയായിട്ട് പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറ, താങ്കൾക്ക് അല്ലാഹു നന്മ പ്രതിഫലം നൽകട്ടെ. വഹമംതു അൻ അഖൂമ, എന്നിട്ട് ഞാൻ അവിടുന്ന് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഉദ്ദേശിച്ചു. എഴുന്നേറ്റ് നിന്ന് തിരിച്ചു പോകാനും ഉദ്ദേശിച്ചു, എഴുന്നേറ്റ് നിന്ന് നിൽക്കാൻ ഉദ്ദേശിച്ചു. ഫസ്തബഖാനി, ആ സമയത്ത് സഈദ് ബിൻ മുസയ്യിബ് എന്നോട് അവിടെ തന്നെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഹത്ത അൻസറഫ ജമീഉ മൻ കാന ഫിൽ മജ്ലിസ്, ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും അവിടുന്ന് മടങ്ങിപ്പോയതുവരെ ഞാൻ അവിടെ തന്നെ നിന്നു, എന്നോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഖാലലി, പിന്നെ ഷെയ്ഖ് എന്നോട് ചോദിച്ചു, അമാ ഫക്കർത ഫി ഇസ്തിഹദാസി സൗജത്തിൻ ലക യാ അബാ വദഅ, ഓ അബൂ വിദഅ, നിങ്ങൾക്ക് മറ്റൊരു വിവാഹം കഴിച്ചുകൂടെ? ഇസ്തിഹദാസി സൗജത്തിൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഭാര്യയെ കണ്ടെത്തുക. പുതിയൊരു ഭാര്യയിൽ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഫഖുൽതു യർഹമുക്കല്ലാ, ഞാൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അറബിയുടെ ഒരു സ്റ്റൈലാണ്, നിങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞു, വമയ്യുസവ്വിജുനി ഇബ്നതഹു, ആരാണ് എനിക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു തരുക? വ അന ഷാബുൻ നശഅ യതീമൻ, ഞാൻ അനാഥനായി വളർന്ന ഒരു യുവാവാണ്. വ ആഷ ഫക്കീറൻ, ദരിദ്രനായി ജീവിച്ചൊരു വ്യക്തിയാണ്. ഫ അന ലാ അംലികു ഗൈറ ദിർഹമൈനി ഔ സലാസത ദറാഹിം, 2-3 ദിർഹം മാത്രമേ എൻ്റെ അടുത്തുള്ളൂ, അതല്ലാതെ എനിക്കൊന്നുമില്ല. ഫഖാല, അപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് പറഞ്ഞു, അന ഉസവ്വിജുക ഇബ്നതി, ഞാൻ താങ്കൾക്ക് എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം. ഈ സഈദ് ബിൻ മുസയ്യിബ് എന്ന് പറയുന്നയാൾ മദീനയിലെ വലിയ പണ്ഡിതനാണ്. അതോടൊപ്പം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളെ അന്നത്തെ അവിടുത്തെ രാജാവായ ഖലീഫയായ മർവാൻ ബിൻ മുഹമ്മദ് തൻ്റെ മകൻ വലീദിന് വേണ്ടിയിട്ട് സഈദ് ബിൻ മുസയ്യിബിൻ്റെ മകളെ വിവാഹാലോചന നടത്തിയിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇപ്പോൾ രാജകുമാരന് പോലും വിവാഹം ചെയ്തു കൊടുക്കാൻ വിസമ്മതിച്ച സഈദ് ബിൻ മുസയ്യിബ് തൻ്റെ മകളെ അബൂ വിദാഅക്ക് വിവാഹം ചെയ്തു തരാമെന്ന് അദ്ദേഹത്തോട് പറയാണ്. ഇത് കേട്ട സമയത്ത് ഫൻഅഖദ ലിസാനി, എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല, എൻ്റെ നാവ് കുടുങ്ങിപ്പോയി. ഫഖുൽതു അൻത, ഷെയ്ഖിനോട് ചോദിക്കുകയാണ്, നിങ്ങളോ? അതുസവ്വിജുനി ഇബ്നതക ബഅദ അൻ അറഫ്ത മിൻ അംരി മാ അറഫ്ത, എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് നിങ്ങളെ മകളെ വിവാഹം ചെയ്തു തരികയോ? ഫഖാല, ഷെയ്ഖ് പറഞ്ഞു, നഅം, അതെ. ഫനഹ്നു, നമ്മൾ, ഇദാ ജാഅന മൻ നർളാ ദീനഹു വഖുലുഖഹു സവ്വജ്ന, നമ്മുടെ നിലപാട് ഒരാളുടെ ദീന് അതുപോലെ അയാളുടെ സ്വഭാവം പെരുമാറ്റമൊക്കെ നാം തൃപ്തിപ്പെട്ട നിലക്കാണെങ്കിൽ സവ്വജ്നാഹു, അയാൾക്ക് ഞാൻ വിവാഹം ചെയ്തു കൊടുക്കും. വ അൻത ഇൻദന മർളിയുദ്ദീനി വൽ ഖുലുഖി, താങ്കൾ നമ്മുടെ അടുക്കൽ മതവും അതുപോലെ സ്വഭാവവും ഒക്കെ ഒത്ത ആളാണ്, നമുക്ക് തൃപ്തിയാണ് നിങ്ങളുടെ വിഷയത്തിൽ. ثم التفت إلى من كان قريبا منا وناداهم, പിന്നീട് ഷെയ്ഖ് അവിടെ നമ്മുടെ അടുത്തുള്ള കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചു, അങ്ങോട്ടേക്ക് തിരിഞ്ഞു, അവരെ വിളിച്ചു. ഫലമ്മ അഖ്ബലു അലൈഹി, അങ്ങനെ അവരൊക്കെ ഷെയ്ഖിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവിടെ എത്തി. വസാറു ഇൻദഹു, അവരൊക്കെ ഷെയ്ഖിൻ്റെ അടുക്കലേക്ക് വന്നു. ഹമിദല്ലാഹ അസ്സ വജല്ല വഅഥന അലൈഹി, അപ്പോൾ ഷെയ്ഖ് അൽഹംദുലില്ലാഹ് പറഞ്ഞു, അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രശംസിക്കുകയും പുകഴ്ത്തുകയും വസല്ല അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സലവാത്തുല്ലാഹി വസലാമു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തൊക്കെ ചൊല്ലി അങ്ങനെ നിക്കാഹിൻ്റെ ആ ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
വഅഖദലി അല ഇബ്നതിഹി, അദ്ദേഹം സഈദ് ബിൻ മുസയ്യബ് തൻ്റെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തന്നു. വജഅല മഹ്റഹ ദിർഹമൈനി ഇത്നൈനി, ആ വിവാഹത്തിൻ്റെ മഹറായിട്ട് 2 ദിർഹമിനെ ആണ് ആക്കിയത്, സ്വീകരിച്ചത്. ഫഖുംതു അന വഅന ലാ അദ്രി മാ അഖൂലു മിന അദ്ദഹ്ശതി വൽ ഫറഹ്, ഞാൻ എഴുന്നേറ്റ് നിന്നു, നിക്കാഹ് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ എനിക്കറിയില്ല, ആശ്ചര്യം കൊണ്ടും സന്തോഷം കൊണ്ടും എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല. സുമ്മ ഖസദ്തു ബൈതി, പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു. വകുന്തു യൗമഇദിൻ സായിമൻ, അന്ന് എനിക്ക് നോമ്പായിരുന്നു. ഫനസീതു സൗമി, എൻ്റെ നോമ്പ് എനിക്ക് മറന്നുപോയി. വജഅൽതു അഖൂൽ, ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വൈഹകല അബാവിദാ, അബുവിദാ, നിനക്ക് നാശം. അഥവാ ഇദ്ദേഹം എന്തൊരു കുടുക്കിലാണ് കുടുങ്ങിയത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ഇത്രയും വലിയൊരു പണ്ഡിതൻ്റെ മകളെ ഒരു തയ്യാറെടുപ്പുമില്ലാതെ, വേണ്ടത്ര കയ്യിൽ പണമോ ഒന്നുമില്ലാതെ പെട്ടെന്ന് വിവാഹം ചെയ്ത ആ ഒരു ടെൻഷനിലാണ് അദ്ദേഹം പറയുന്നത്. വൈഹക്കയ അബാവിദാ അബുവിദാ, നിനക്ക് നാശം. വൈഹക് വല്ലദീ സനഅത ബിനഫ്സിക്, നീ എന്താണ് ചെയ്തത്? മിമ്മൻ തസ്തദീൻ, നീ എന്നെ ആരുടെ അടുത്ത് നിന്നാണ് കടം വാങ്ങിക്കുക? ഒമിമ്മൻ തത്ലുബുൽ മാൽ, നീ ആരോടാണ് നീ പൈസ ചോദിക്കുക? വലൽതു അലാ ഹാലി ഹാദാ ഹത്താ ഉദ്ദിന ലിൽ മഗ്രിബ്, ഇങ്ങനെ മഗ്രിബിന് ബാങ്ക് കൊടുക്കുന്നത് വരെ ഈ ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഫഅദ്ദൈതുൽ മക്തൂബ, മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ മഗ്രിബ് നിസ്കരിച്ചു. മക്തൂബ എന്ന് പറഞ്ഞാൽ ഫർളാക്കപ്പെട്ട നിസ്കാരം, മഗ്രിബ് നിസ്കാരം നിർവഹിച്ചു. വജലസ്തു ഇലാ ഫുതൂരി, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലേക്കിരുന്നു. അദ്ദേഹത്തിന് നോമ്പായിരുന്നല്ലോ. ഫുത്തൂർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. ശരിക്ക് നോമ്പ് തുറക്കുന്നതിനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാതെ നിന്ന് രാവിലെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നോമ്പും അതേ അവസ്ഥയിൽ തന്നെ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. പിന്നീട് ബാങ്ക് കൊടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു, ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നു, നോമ്പ് മുറിക്കുന്നു. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ കാന ഹുബ്സൻ വ സൈത്തൻ, അവിടെ ഒരു റൊട്ടിയും പിന്നെ സൈത്തെണ്ണയും ഉണ്ടായിരുന്നു. അറബികളുടെ ഭക്ഷണമാണത്, ഹുബ്സ് സൈത്ത്. ഫമാ അൻ തനാവൽതു മിൻഹു ലുക്കുമത്തൻ ഔ ലുക്കുമത്തൈൻ, 1-2 ഉരുള ഞാൻ വായിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഹത്താ സമിഅ്തു ബാബ അൽ ബാബ യുക്റഉ, ആ സമയത്താണ് ഭക്ഷണം ഇങ്ങനെ കഴിച്ച് 1-2 ഉരുള വായിൽ വെച്ച് നിൽക്കുമ്പോഴാണ് വാതിലിനാരോ മുട്ടുന്നത്, വാതിൽ മുട്ടപ്പെടുന്നതായിട്ട് ഞാൻ കേൾക്കുന്നത്. ഫഖുൽതു മനിത്വാരിക്, ആരാണ് വാതിൽ മുട്ടുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഫഖാല, അപ്പോൾ അതിന് മറുപടി കിട്ടി, സഈദാണ്. ഫവല്ലാഹി ലഖദ് മർറ ബി ഖാതിരി കുല്ലു ഇൻസാനിൻ ഇസ്മുഹു സഈദുൻ, സത്യമായിട്ടും എൻ്റെ മനസ്സിൽ സഈദ് എന്ന പേരുള്ള എല്ലാ ആളുകളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആരിഫുഹു ഇല്ലാ സഈദ് ബിൻ മുസയ്യബ്, ഞാൻ അറിയുന്ന എല്ലാ സഈദ് എന്ന പേരുള്ള ആളുകളെയും ഞാൻ ഓർത്തു, സഈദ് ബിൻ മുസയ്യബിനെ ഒഴികെ. ദാലിക, അതിന് കാരണം ലിഅന്നഹു ലം യുറ മുൻദു 40 സനത്തൻ ഇല്ലാ ബൈന ബൈതിഹി വൽ മസ്ജിദ്, സഈദ് ബിൻ മുസയ്യിബിനെ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെയും പള്ളിയുടെയും ഇടയിലല്ലാതെ കാണൂല. അതാ വീട് വിട്ടാൽ പള്ളി, പള്ളി വിട്ടാൽ വീട്, ഇങ്ങനെ വീടിൻ്റെയും പള്ളിയുടെയും ഇടയിൽ മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. പുറത്തൊന്നും അദ്ദേഹം പോകാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പേര് തൻ്റെ മനസ്സിൽ വന്നിട്ടുമില്ല, അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ വന്നിട്ടുമില്ല. ഫതഹത്തുൽ ബാബ, അങ്ങനെ ഞാൻ വാതിൽ തുറന്നു. ഫഇദാ ബി അമാമ സഈദ് ബിൻ മുസയ്യിബ്, അപ്പോഴതാ സഈദ് ബിൻ മുസയ്യിബ് മുമ്പിൽ നിൽക്കുന്നു. വാതിൽ തുറന്നപ്പോൾ ഞാൻ സഈദ് ബിൻ മുസയ്യിബിന് മുമ്പിൽ അകപ്പെട്ടു. ഫളനൻതു അന്നഹു ഖദ് ബദാലഹു ഫി അംരി സിവാജി മിൻ ഇബ്നതിഹി ഷൈഅൻ, ഞാൻ വിചാരിച്ചു അദ്ദേഹം തൻ്റെ മകളെ എനിക്ക് വിവാഹം ചെയ്ത് തന്നതാണല്ലോ, അപ്പോൾ ആ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് തോന്നിയോ, വല്ല കാര്യവും അദ്ദേഹത്തിന് ആ ഒരു വിവാഹത്തിൽ വല്ല പിന്മാറ്റമോ മറ്റോ ഉണ്ടായോ എന്ന് എനിക്ക് തോന്നി. വഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അബൂ മുഹമ്മദ്, അദ്ദേഹത്തെ അറബികളുടെ സ്റ്റൈലാണ്, കുഞ്ഞിയത്തലമ കൊണ്ട് വിളിച്ചു. മൂത്ത മകൻ്റെ പേരിലേക്ക് ചേർത്തിയിട്ട്, മകളുടെ പേരിലേക്ക് ചേർത്തിയിട്ട്
അബാ മുഹമ്മദ്, അതുപോലെ ഉമ്മു ഒക്കെ ചേർത്തിട്ട് വിളിക്കും. ഇതിനാണ് കുഞ്ഞിയത്ത് എന്ന് പറയാം. അബാ മുഹമ്മദ്, ഓ അബു മുഹമ്മദ്, ഹല്ല അർസൽത ഇലയ്യ ഫആതിയക, നിങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു ദൂതനെ അയച്ചുകൂടായിരുന്നോ? ഫഖാല, സഈദ് ബിൻ മുസയ്യിബ് മറുപടി പറഞ്ഞു, ബൽ അൻത അഹഖു ബി അൻ ആതിയ ഇലൈക്കൽ യൗം, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ടവനാണ്, ഞാൻ ഇങ്ങോട്ടേക്കാണ് വരേണ്ടത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, തഫല്ലൽ അലയ്യ, വരൂ, അകത്തേക്ക് വരൂ. ഫഖാല കല്ല, അല്ല, വ ഇന്നമാ ജിഅ്തു ലിഅംരിൻ, ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഫഖുൽതു മാ ഹുവ ഇർഹമുക്കല്ലാ, എന്താണ് കാര്യം ഷെയ്ഖേ, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഫഖാല, അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഇന്ന ഇബ്നതി അസ്ബഹത്ത് സൗജത്തൻ ലക, എൻ്റെ മകൾ നിങ്ങളുടെ ഭാര്യയായിരിക്കുന്നു. ബിശ്ശറഇല്ലാഹി മുൻദുൽ അദാത്ത്, രാവിലെ മുതൽ അള്ളാഹുവിൻ്റെ ശറ അനുസരിച്ച്, നിയമമനുസരിച്ച്, ശരീഅത്തനുസരിച്ച് നിക്കാഹൊക്കെ കഴിഞ്ഞതാണല്ലോ, നിങ്ങളുടെ ഭാര്യയാണ്. വഅന അഅലമു അന്നഹു ലൈസ മഅക അഹദുൻ യുഅനിസു വഹ്ശതക, എനിക്കറിയാം താങ്കളുടെ കൂടെ ഇപ്പോൾ താങ്കളുടെ ഈ ഒരു ഏകാന്തതയ്ക്ക് ഒരു സമാധാനം തരാൻ, ആശ്വാസം തരാൻ കൂടെ ആരുമില്ല എന്ന് എനിക്കറിയാം, ഒരു കൂട്ടില്ല എന്ന് എനിക്കറിയാം. ഫകരിഹ്തു അൻ തുബീത അൻത ഫീ മക്കാനിൻ, നിങ്ങളിവിടെ തബീത അൻത ഫീ മക്കാനിൻ, നിങ്ങളിവിടെ ഒരു സ്ഥലത്തും, വസൗജതുക ഫീ മക്കാനിൻ ആഖർ, നിങ്ങളുടെ ഭാര്യ മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ താമസിക്കുന്നത് ഞാൻ വെറുക്കുന്നു. ഫജിഅ്തുക ബിഹാ, അതുകൊണ്ട് തന്നെ മകളെയും കൂട്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ഫഖുൽതു, ഷെയ്ഖ് അപ്പോൾ ഈ അബൂവിദാ പറയാണ്, വൈഹി, എന്തൊരു കഷ്ടം, ജിഅ്തനി ബിഹാ, അപ്പോൾ ആ ഒരർത്ഥത്തിലല്ല, ഇദ്ദേഹം തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പറയാണ്, ജിഅ്തനി ബിഹാ, നിങ്ങൾ അവളെയും കൂട്ടി വന്നോ? ഫഖാല നഅം, അതെ, മോശമാക്കിയിട്ട് പറഞ്ഞതല്ല വൈഹിന്ന്, അത് ആ ഒരർത്ഥത്തിലാണ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കേട്ട സമയത്ത് അദ്ദേഹം ആശ്ചര്യത്തോട് പറയാണ്. ഫനളർത്തു, അങ്ങനെ ഞാൻ നോക്കി. ഫഇദാ ഹിയ ഖായിമത്തുൻ ബിതൂലിഹ, ഇദ്ദേഹത്തിൻ്റെ മകൾ അഥവാ തൻ്റെ ഭാര്യ അവിടെ, അഥവാ പിന്നെ നീളത്തോടു കൂടി നിൽക്കുന്നു പറഞ്ഞാൽ അത് ആ ശരീരത്തോടു കൂടി തന്നെ അവിടെ വന്നിരിക്കുന്നു, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവിടെ വന്നിരിക്കുന്നു. ഫൽതഫത ഇലൈഹ, അങ്ങനെ ഭാര്യയിലേക്ക് നോക്കി, തിരിഞ്ഞു നോക്കി. വഖാല, എന്നിട്ട് പറഞ്ഞു, ദുഖുലി ഇല, ഷെയ്ഖാണ് പറയുന്നത്, ഷെയ്ഖ് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദുഖുലി ഇല ബൈത്തി സൗജിക്, നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ പ്രവേശിക്കൂ. യാ ബിൻതി അല ഇസ്മില്ലാഹി വ ബർക്കത്തി, ബിസ്മിയോടുകൂടെ, അള്ളാഹുവിൻ്റെ നാമത്തോടു കൂടിയും അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബറക്കത്തോടു കൂടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞു. فلما أرادت أن تخطو تأثرت بملاءتها من الحياء حتى كادت تسقط على الأرض, അങ്ങനെ ഈ മകൾ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ ഉദ്ദേശിച്ചപ്പോൾ തഅثرت بملاءتها, മകൾക്ക് അഥവാ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വലിയ ഒരു ലജ്ജ അനുഭവപ്പെട്ടു, വലിയ നാണം തോന്നി. ഹത്താ ഖാദത്ത് തസ്കുത്തു അലൽ അർദ്, ഭൂമിയിലേക്ക് വീഴാൻ പോകുന്നത് പോലെ. അപ്പോൾ ലജ്ജ കാരണം വസ്ത്രം തട്ടിയിട്ട് അവിടെ വീഴാൻ പോകുന്നത് പോലെ, അത്രയും നാണമായി അങ്ങോട്ടേക്ക് കയറുമ്പോൾ. അമ്മ അന ഫഖദ് വഖഫ്തു അമാമഹ മഷ്ദൂഹൻ ലാ അദ്രി മാ അഖൂൽ, അബൂവിദ പറയാണ്, അപ്പോൾ ഞാൻ ആകെ പരിഭ്രമത്തിലായിപ്പോയി, ഞാൻ അവളുടെ മുമ്പിൽ അവിടെ നിന്നു. മഷ്ദൂഹൻ ലാ അദ്രി മാ അഖൂൽ, എന്ത് പറയണമെന്നറിയാതെ പരിഭ്രമിച്ചുകൊണ്ട് ഞാൻ നിന്നു. സുമ്മ ഇന്നി ബാദർത്തു ഫസബക്കത്തുഹ ഇലൽ കസ്അ, പിന്നെ ഞാൻ സ്പീഡിൽ പോയി. ഫസബക്കത്തുഹ ഇലൽ കസ്അ, ഞാൻ അവളെ മുൻകടന്നുകൊണ്ട് അവിടെ
ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വെച്ച ആ പാത്രത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അലതീഫിഹൽ ഹുബ്സ് വ സൈത്ത്, അതിൽ റൊട്ടിയും അതുപോലെ സൈത്തെണ്ണയുമുണ്ട്. വനഹൈതുഹാ മിൻ ലൗ ഇസ്റാജ് തലാത്തറഹ, അവളത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ വിളക്കിൻ്റെ വെളിച്ചത്തിൽ നിന്ന് അതിനെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. സുമ്മ സഅദതു ഇല സത്ഹി, പിന്നെ ഞാൻ മുകളിലേക്ക് കയറി, സത്ഹയിലേക്ക്, വീടിൻ്റെ മേൽക്കുരയിലേക്ക് കയറി, മച്ചിൻ പുറത്തേക്ക് കയറിയിട്ട് വനാദൈത്തുൽ ജീറാന, അയൽവാസികളെയൊക്കെ ഞാൻ വിളിച്ചു. അക്ബലു അലൈഹ, അവരൊക്കെ എനിക്ക് മറുപടിയായിട്ട് അവർ എൻ്റെ അടുക്കൽ വരികയും വക്കാലു, അവർ ചോദിച്ചു, മാഷനുക്ക് എന്ത് പറ്റി? ഫഖുൽതു, ഞാൻ പറഞ്ഞു, അഖദലി സഈദ് ബിൻ അൽ മുസയ്യിബ് അലാ ഇബ്നതിഹി അൽ-യൗം ഫിൽ മസ്ജിദ്, സഈദ് ബിൻ മുസയ്യിബ് തൻ്റെ മകളെ ഇന്ന് പള്ളിയിൽ വെച്ച് എനിക്ക് വിവാഹം ചെയ്തു തന്നു. വഖദ് ജാഅനി ബിഹൽ ആൻ അലാ ഗഫ്ലത്തിൻ, ഞാൻ അശ്രദ്ധനായിരിക്കുക, അഥവാ ഞാനൊരു തയ്യാറെടുപ്പൊന്നും നടത്താത്ത സമയത്ത് അദ്ദേഹം തൻ്റെ മകളെയുമായി ഇങ്ങോട്ട് വന്നു. ഫതആലു, നിങ്ങളൊക്കെ വരുവീൻ, ആനിസൂഹ, നിങ്ങൾ അവൾക്ക് ഒരു കൂട്ട് കൊടുക്കണം. ഹത്ത അദ്ഉ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയെ ഒന്ന് വിളിച്ചു വരട്ടെ. ഫഹിയ ബഈദത്തുദ്ദാർ, ഉമ്മ മറ്റൊരു വീട്ടിലാണ്, വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്താണ്. ഫഖാലത്ത് അജൂസു മിൻഹുന്ന, അങ്ങനെ അയൽവാസികളിൽ നിന്നുള്ള ഒരു പ്രായമായ ഒരു വൃദ്ധ സ്ത്രീ പറഞ്ഞു, വൈഹക് തദ്രി മാ തഖൂൽ, എന്താണ് നീ പറയുന്നത്? എന്ത് കാര്യമാണ് നീ പറയുന്നത്? അസവ്വജക സഈദ് ബിൻ മുസയ്യിബ് ഇബ്നതഹു, സഈദ് ബിൻ മുസയ്യിബ് തൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരികയും വലീദിന് പോലും, രാജാവിൻ്റെ മകളായ വലീദിന് പോലും വിവാഹം ചെയ്തു കൊടുക്കാത്ത, അവർ പോലും വിവാഹം അന്വേഷിച്ചിട്ട് അതിന് സമ്മതിക്കാത്ത സഈദ് ബിൻ മുസയ്യിബാണോ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നത് എന്ന് ആശ്ചര്യത്തോടെ പറഞ്ഞു. ഫഹമലഹാ ലക ഇലൽ ബൈത്തി ബിനഫ്സി, അവളെ, സ്വന്തം മകളെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണോ നീ പറയുന്നത്? വഹുവല്ലദീ ളന്ന ബിഹാ അലൽ വലീദ് ബിൻ അബ്ദുൽ മലിക്, ആരാണ് സഈദ് ബിൻ മുസയ്യിബ്? തൻ്റെ മകളെ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന് വിവാഹം ചെയ്തു കൊടുക്കാൻ വിസമ്മതിച്ച വ്യക്തിയല്ലേ? ഫഖുൽതു നഅം, അതെ, അതൊക്കെ സത്യമാണ്. വഹായി യദി ഇൻദി ഫി ബൈത്തി, നിങ്ങളെന്ത് പറഞ്ഞാലും ആ മകൾ ഇതാ എൻ്റെ വീട്ടിലുണ്ട്. ഫലുമു ഇലൈഹ, നിങ്ങൾ വരുവീൻ, അവളിലേക്ക് വരുവീൻ. ഫൻദുറൂഹ, അവളെ നോക്കൂ. ഫതവജ്ജഹൽ ജീറാനു ഇലൽ ബൈത്ത്, അങ്ങനെ അയൽവാസികളായ ആളുകൾ, സ്ത്രീകളൊക്കെ അവിടെ അങ്ങോട്ടേക്ക് വന്നു. വഹും ലാ യകാദൂന യുസദ്ദിഖൂനനി, അവരൊന്നും ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. വറഹബൂ ബിഹാ, അപ്പോൾ അവരിവളെ കണ്ടപ്പോൾ, ഈ സ്ത്രീയെ കണ്ടപ്പോൾ, റഹബൂ ബിഹ, അവരോട് മർഹബൻ പറഞ്ഞു, സ്വാഗതം പറഞ്ഞു. വ അനസു വഹ്ശതഹ, അവളുടെ ഒരു ഏകാഗ്രതയ്ക്ക് അവർ കൂട്ടുകൂടി, അവർക്ക് സമാധാനം കൊടുത്തു. വഹാഉ ഇല്ല ഖലീലുൻ ഹത്ത ജാഅത്ത് ഉമ്മി, അങ്ങനെ എൻ്റെ ഉമ്മ വന്നു, കുറച്ച് സമയം കൊണ്ട് തന്നെ ഉമ്മ വന്നു. വലമ്മ റഅത്ഹ, ഉമ്മ അവളെ കണ്ടപ്പോൾ, അൽതഫതത് ഇലയ്യ, ഉമ്മ എന്നിലേക്ക് തിരിഞ്ഞു. വഖാലത്ത്, ഉമ്മ പറഞ്ഞു, വജ്ഹി മിൻ വജ്ഹിക ഹറാമുൻ ഇല്ലം തത്റുഖുഹാ ലി ഹത്ത ഉസ്ലിഹ ശഅനുഹ, എൻ്റെ മുഖം നിൻ്റെ മുഖത്തിനോട് ഹറാമാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം നീ എനിക്ക് അവളെ വിട്ടു തരണം എന്നാണ് പറയുന്നത്. ലം തത്രുഖുഹ, നീ ഇല്ലം തത്രുഖുഹ, നീ അവളെ, അഥവാ നിൻ്റെ ഭാര്യ എനിക്ക് വിട്ടു തരണം കുറച്ച് ദിവസം. തൗസ്ലിയ ശഅന, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കട്ടെ. അഥവാ അവർ പെട്ടെന്നൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണല്ലോ. അപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞാൽ അതിൻ്റേതായൊരു ചര്യയും കാര്യങ്ങളൊക്കെ പിന്നെ ആ ഒരു രീതിയിൽ സ്വീകരിക്കാം എന്ന നിലക്കാണ് ഉമ്മ പറഞ്ഞത്. കുറച്ച് ദിവസം തൻ്റെ ഭാര്യയെ, അഥവാ സഈദ് ബിൻ മുസയ്യിബിൻ്റെ മകളെ എൻ്റെ കൂടെ വിടണമെന്ന് ഉമ്മ അബൂവിദാഇയോട് പറഞ്ഞു. സുമ്മ അസഫഹ ഇലൈക കമാ തുസഫു കറായിമുൻ നിസാ, കുലീനമായ സ്ത്രീകളെ അണിയിച്ചൊരുക്കുന്നത് പോലെ അണിയിച്ചൊരുക്കി ഞാൻ നിന്നിലേക്ക് പറഞ്ഞേക്കാം എന്ന് ഉമ്മ അബൂവിദാഇക്ക് വാക്കുകൊടുത്തു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അൻതി വമാ തുരീദീൻ, ഉമ്മ നിങ്ങളുടെ ഇഷ്ടം ചെയ്യുക, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ചെയ്യാം. ഫളമ്മത്ഹ ഇലൈഹ സലാസത അയ്യാമിൻ, അങ്ങനെ ഉമ്മ ഈ തൻ്റെ ഭാര്യയെ 3 ദിവസം ഉമ്മയുടെ കൂടെ കൊണ്ടുപോയി. സുമ്മ സഫത്ഹ ഇലയ്യ, പിന്നെ അണിയിച്ചൊരുക്കി എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു.
ഫഇദാ ഹിയ മിൻ അബ്ഹാ നിസാഇൽ മദീനത്തി ജമാലൻ. ആ സമയത്ത് തൻ്റെ ഭാര്യ ആ പട്ടണത്തിലെ ഏറ്റവും സുന്ദരിയായ, ഏറ്റവും പ്രൗഢിയുള്ള, ഭംഗിയുള്ള ഒരു സ്ത്രീയായി മാറി. വഅഹ്ഫദിന്നാസി ലികിതാബില്ലാഹി അസ്സ വജൽ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഗ്രന്ഥം ഖുർആൻ ഷരീഫ് അത് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ മനഃപ്പാടമുള്ള സ്ത്രീയാണവൾ. അർവാഹും ലി ഹദീസ് റസൂലില്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീയാണ് തൻ്റെ ഭാര്യ. വഅരിഫുൻ നിസാഇ ബിഹുഖൂഖി സൗജ്. ഒരു ഭർത്താവിനോടുള്ള കടപ്പാടുകൾ ഏറ്റവും കൂടുതൽ അറിയുന്ന സ്ത്രീയാണവർ. മക്കസ്തു മഅഹ അയ്യാമൻ. അങ്ങനെ ഞാൻ അവളോടൊപ്പം കുറച്ച് ദിവസം താമസിച്ചു. ലാ യസൂറുനി അബൂഹ ഔ അഹദും മിൻ അഹ്ലിഹ. ആ ദിവസങ്ങളിൽ അവളുടെ ഉപ്പ എന്ന് പറയുന്നത് സഈദ് ഇബ്നു മുസയ്യിബാണ്, അവരോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളും പോലും എന്നെ സന്ദർശിക്കാറുണ്ടായിരുന്നില്ല. സുമ്മ ഇന്നി അതൈതു ഹൽഖത ശൈഖ് ഫിൽ മസ്ജിദ്. പിന്നീട് ഞാൻ ഷെയ്ഖിൻ്റെ ആ ഒരു ദർസിലേക്ക്, പള്ളിയിലുള്ള മജ്ലിസ്, ഹൽഖത്തുൽ മജ്ലിസിലേക്ക്, മജ്ലിസുൽ ഇൽമിലേക്ക് ഞാൻ പോയി. അവിടെയുള്ള ആ ഒരു പഠന സദസ്സ്, ആ പഠന സദസ്സിലേക്ക് ഞാൻ ചെന്നു. ഫസല്ലംതു അലൈഹി. ഞാൻ ഷെയ്ഖിനോട് സലാം പറഞ്ഞു. ഫറദ്ദ അലൈഹി അസ്സലാം. ഷെയ്ഖ് സഈദ് ബിൻ മുസയ്യിബ് എന്നോട് സലാം അടക്കി. വലം യുകല്ലിമുനി. വേറെ ഒന്നും എന്നോട് സംസാരിച്ചില്ല. ഫലമ്മൻ ഫല്ലൽ മജ്ലിസ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു മജ്ലിസ് പിരിഞ്ഞു പോയപ്പോൾ വലം യബ്ഖിയൈനി. ഞാനല്ലാതെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഖാല. അദ്ദേഹം ചോദിച്ചു, മഹാലു സൗജതിക യാ അബാ വിദാഅ. ഓ അബു വിദാഅ, എന്താണ് നിൻ്റെ ഭാര്യയുടെ അവസ്ഥ, ഭാര്യയുടെ വിശേഷം എന്ന് ചോദിച്ചു. ഫഖുൽതു. ഞാൻ പറഞ്ഞു, ഹിയ അലാ മാ യുഹിബ്ബു സ്വദീഖ് വയുക്രിഹുൽ അദുവ്വ്. അവൾ ഓക്കെയാണ്. അവൾ കൂട്ടുകാരൻ ഇഷ്ടപ്പെടുന്ന ഏതൊന്നാണോ, ശത്രു വെറുക്കുന്ന ഏതൊന്നാണോ അതിന്മേലാണ് അവളുള്ളത്. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിലാണ്, നല്ല അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. ഫഖാല അൽഹംദുലില്ലാ. ഷെയ്ഖ് പറഞ്ഞു അൽഹംദുലില്ലാ. ഫലമ്മ ഉദ്തു ഇലാ ബൈത്തി. പിന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ വജത്തുഹു. ഞാൻ അവിടെ കണ്ടു. മാ വജ്ജഹ ഇലൈന മബ്ലഗൻ വഫീറൻ മിനൽ മാലി. ഷെയ്ഖ് വലിയൊരു തുക, വലിയൊരു സമ്പത്ത് അങ്ങോട്ടേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ലിനസ്തഈന ബിഹി അലാ ഹയാത്തിന. നമ്മുടെ ജീവിതത്തിനൊരു സഹായമാകാൻ വേണ്ടി വലിയൊരു സമ്പത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മദീനയിലെ പ്രശസ്തനായ പണ്ഡിതനായ സഈദ് ഇബ്നു മുസയ്യിബ് തൻ്റെ മകളെ അബൂവിദ എന്ന് പറയുന്നൊരു പാവപ്പെട്ട ദരിദ്രനായ ഒരു വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുത്ത ഒരു കഥയാണ്. അപ്പോൾ ഈ വിവാഹത്തിൽ അദ്ദേഹത്തിനോട് നേരത്തെ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന അന്നത്തെ അമവി ഭരണാധികാരിയുടെ മകനെ വിവാഹം ആലോചിച്ചപ്പോൾ, തൻ്റെ മകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം അത് നിരസിച്ച വ്യക്തിയാണ്. അപ്പോൾ ഒന്നുമില്ലാത്ത 2-3 ദിർഹം കയ്യിലുള്ള അബൂവിദാക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറായതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ദീനും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും നോക്കിയിട്ട് അത് രണ്ടും പരിഗണിച്ചു കൊണ്ടാണ്. വളരെ നല്ലൊരു കഥയാണ്. ഇത്രയുമാണ് ഈ ക്ലാസ്സിലുള്ളത്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.